Good morning, students. Assalamu alaikum wa rahmatullah. Today we are going to discuss the sources and the applications of the funds in Islamic bank. Here we have to discuss what are the source of funds in Islamic banks. The Islamic banks rely on the following sources of funds. The first one, capital and the equity. The second one, the transaction deposits that are risk-free and yield no return. And the third one, the investment deposits that carry the risk of capital loss for the promise of variable returns. These are the sources of fund actually working in Islamic banks. So under these sources, Islamic banks find the funds to circulate the money through the economy and within the bank. And what is the capital and equity? Capital is the amount injected into the Islamic bank during the setting up stages, either the paid up capital of the Islamic bank. ആക്ച്വലി നമുക്കറിയാം എന്താണ് ഒരു ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ് ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് equity. Equity ഈസ് യൂഷ്വലി the retained earnings of the Islamic bank that accumulated during its operation period. നമുക്കറിയാം എന്താണ് ഇക്വിറ്റി എന്നുള്ളതും. അതായത് ഒരു ഇസ്ലാമിക് ബാങ്ക് അതിൻ്റെ റിട്ടൈൻഡ് ഏണിങ്സ്, അതായത് അത് ഓപ്പറേഷണൽ പീരീഡ്, അത് വർക്ക് ചെയ്യുന്ന കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുന്ന റിട്ടൈൻഡ് ഏണിങ്സിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ, ഈ രണ്ട് രൂപത്തിലാണ് ഒരു തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ഇസ്ലാമിക് ബാങ്കിലേക്ക് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ്സ് ദാറ്റ് ആർ റിസ്ക് ഫ്രീ ആൻഡ് ഈൽഡ് നോ റിട്ടേൺ. അതായത് റിട്ടേൺസ് കൊടുക്കാത്ത ഡെപ്പോസിറ്റ്സുകൾ, ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ്സുകളാണ് അടുത്ത ഒരു സോഴ്സ് ഓഫ് ഫണ്ട്. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ദ കറണ്ട് അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ കറണ്ട് അക്കൗണ്ട്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വദിയ, whereby the depositors are guaranteed repayment of the funds. At the same time, the depositor does not receive remuneration for the depositing funds in the current account because the guaranteed funds will not be used for the PLS venture. Rather, the funds accumulating in these accounts can only be used to balance the liquidity needs of the bank and for short-term transaction on the bank responsibility. ആൻഡ് അതിൽ വരുന്ന രണ്ടാമത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സേവിങ്സ് അക്കൗണ്ട്സ്. സേവിങ്സ് അക്കൗണ്ട് ആൾസോ ഓപ്പറേറ്റ് അണ്ടർ ദ വദിയ പ്രിൻസിപ്പിൾ. സേവിങ്സ് അക്കൗണ്ട് ഡിഫർ ഫ്രം ദ കറണ്ട് ഡെപ്പോസിറ്റ്സ് ഇൻ ദാറ്റ് ദേ ഏൺസ് the depositor's income. Depending upon the financial result, the Islamic bank may decide to pay a premium hiba at its discretion to the holders of the savings account. സോ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇതാണ് മറ്റൊരു സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് ത്രൂ ദ കറണ്ട് അക്കൗണ്ട്സിലൂടെയും സേവിങ്സ് അക്കൗണ്ടിലൂടെയും. സോ ഈ രണ്ട് അക്കൗണ്ടുകളിലും ഒരിക്കലും ഇതിൽ നിന്നും റിട്ടേൺ നമ്മളൊരിക്കലും പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലല്ല ഇത്തരം അക്കൗണ്ടുകൾ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രം ബാങ്കിന് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാം. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്സ് ദാറ്റ് ക്യാരി ദ റിസ്ക് ഓഫ് ക്യാപിറ്റൽ ലോസ് ഫോർ ദ പ്രോമിസ് ഓഫ് വേരിയബിൾ റിട്ടേൺ. അതായത് ഒരു റിട്ടേൺ പ്രോമിസ് ചെയ്തിട്ടുള്ള, അതായത് പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ്, ഒരു പ്രോഫിറ്റ് റിട്ടേൺ ചെയ്തിട്ട് റിസ്ക് ഏറ്റെടുക്കുന്നതിന് തരത്തിലുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്സുകൾ വരുന്നത്. സോ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് അണ്ടർ ദ മുദാറബ അൽ മുത്തലാഖ പ്രിൻസിപ്പിൾ ഇൻ വിച്ച് ദ മുദാരിബ് ആക്റ്റീവ് പാർട്ണർ മസ്റ്റ് ഹാവ് absolute freedom in the management of the investment of the subscribed capital. The conditions of this account differ from those of the savings account by virtue of a higher fixed minimum amount, a longer duration of deposits, and most importantly, the depositor may lose some or all his fund in the event of the bank making losses. So ഇത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകളിൽ
നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരാൾ ആക്റ്റീവ് പാർട്ട്ണറായിട്ട് മുതാരിബായിട്ട് പ്രവർത്തിക്കുന്നു. സോ ഒരാളുടെ ഫണ്ട് എടുത്തിട്ട് ഇയാൾ ക്യാഷ് ഏൺ ചെയ്ത് കൊടുക്കുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. ആൾസോ ദ ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി ബിയർ ചെയ്യാൻ എന്താണ് ഈ റബ്ബുൽ മാൽ അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ആൾ ഡെപ്പോസിറ്റർക്ക് സം എമൗണ്ട് ഓഫ് പൈസ ലോസ് വരും. ആൻഡ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ദ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആൾസോ ഓപ്പറേറ്റ് അണ്ടർ ദ മുദാറബ പ്രിൻസിപ്പിൾ and usually are directed towards larger investor and institutions. The difference between these accounts and the investment account is that the special investment account is related to a specified project and the investor has the choice to invest directly in a preferred project carried out by the bank. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചു. സോ ഓരോ ഇൻവെസ്റ്റർക്കും ഓരോ ഡെപ്പോസിറ്റർക്കും ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകളിലും ട്രേഡുകളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് സ്പെഷ്യലൈസേഷൻ കൊടുക്കാം. സോ ആ ഒരു ബിസിനസ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കണക്കിനനുസരിച്ച് മാത്രമായിരിക്കും പ്രോഫിറ്റിൻ്റെ റിട്ടേൺ ഉണ്ടാവുക. ഒരിക്കലും ഒരു പൂൾഡ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നാവില്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് സോഴ്സസ് ഓഫ് ഫണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി യൂസസ് ഓഫ് ഫണ്ടുകൾ വരുന്നുണ്ട്, യൂട്ടിലൈസേഷൻ, ഹൗ ഇസ്ലാമിക് ബാങ്ക് യൂട്ടിലൈസിങ് ദീസ് ഫണ്ട്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.